Hi guys, welcome to a new video. ഈ വീഡിയോനകത്ത് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊന്ന് പഠിക്കാൻ പറ്റും. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്? സോ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വെച്ചോ. ഉം. ഇത് ഡെയിലി ടൈം ഫ്രെയിം ആയിരിക്കും എന്ന് വിചാരിച്ചോ. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരും, ഇതായിരിക്കും മേളിൽ പോണത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആക്ച്വലി എന്തായിരിക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും, ഇംബാലൻസ് എന്ന് പറയും. ഇത് ഇംബാലൻസ് കാരണം ചിലപ്പോൾ വരാനുള്ളതാണ്. അതായത് മാർക്കറ്റ് സാധാരണ എന്തായിരിക്കും, മാർക്കറ്റ് ഇതിങ്ങനെയല്ല പോണ്ടേ, സാധാരണ ഇങ്ങനെയാണ് പോണ്ടത്, കൺസോൾഡേറ്റ് ചെയ്യും, ആണ് പോണത്. ഓക്കെ, ഇതല്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് മാർക്കറ്റ് വലിയൊരു വലിയൊരു ക്യാൻഡൽസ്റ്റിക് ഫോം ആവും, ഇങ്ങനത്തെ ഒരു ക്യാൻഡൽസ്റ്റിക്. ഓക്കെ, ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്യാൻഡൽ ഫോം ചെയ്യും. പിന്നെന്താ, പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു ക്യാൻഡൽസ്റ്റിക് ഉണ്ടാകും. ഓക്കെ, ഇതിങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്മോളർ ടൈം ഫ്രെയിം ആണ്, ബട്ട് ലാർജർ ടൈം ഫ്രെയിം, വലിയ ടൈം ഫ്രെയിം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്യാൻഡലായിരിക്കും. ഓക്കെ, ഈ ക്യാൻഡില് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ 4 ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ഇതിപ്പോ എന്തായിരിക്കും, ഇത് 1 ടൈം ഫ്രെയിം ആയിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഈ സ്ഥാനത്തിന് അർത്ഥം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഓക്കെ, ഒരു വലിയൊരു ഗ്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു ഇംബാലൻസ് ആണ് ചോദിക്കുന്നത്, എന്താ പറയണ, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയണത്. ഓക്കെ, ഇത് രണ്ടും വിക്ക് ആണ്. ഓക്കെ, നമുക്ക് ഈ ക്യാൻഡൽസ്റ്റിക്കിനകത്ത് ഒരു വിക്ക് കാണില്ലേ, അതാണിത്. ഇപ്പൊ മാർക്കറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ ഇവിടെ പോവും. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ റിവേഴ്സ് ആൻഡ് കണ്ടിന്യൂ. മനസ്സിലായി? ഇപ്പൊ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുവാണെങ്കിൽ വാട്ട് വിൽ ഡു, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് വി ക്യാൻ ടാർഗറ്റ് ദ ടേക്ക് പ്രോഫിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് അക്കോർഡിംഗ് ടു. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഫെയർ വാല്യൂക്ക് വാലിഡ് ആണെന്ന്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു ക്യാൻഡൽസ്റ്റിക് ഇങ്ങനെ വന്നു, ഫോം ചെയ്തു. ഇതുപോലെ തന്നെ അടുത്ത ക്യാൻഡൽസ്റ്റിക് വന്നപ്പോൾ തന്നെ ഇതിങ്ങനെ വന്നു. ഓക്കെ, then what happens is respected and it moved up. Okay, ഇത് വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഇതാണ് ഒരു വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആൻഡ് ഇപ്പോൾ ഈ വിക്ക് പറഞ്ഞാണ് വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആൻഡ് ചില ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും, അതായത് ഇപ്പോൾ ഇതിങ്ങനെ വന്ന് ക്ലോസ് ചെയ്യണത്, ദിസ് ഇസ് നോട്ട് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ദിസ് ഈസ് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് പഠിക്കുന്ന വേറൊരു വീഡിയോനകത്ത് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞായിരിക്കും. ബട്ട് ഫോർ നൗ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഡിസ്റെസ്പെക്റ്റഡ് ദ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇപ്പോൾ ഈ ക്യാൻഡൽസ്റ്റിക്, ഇപ്പോൾ ഞാൻ പറയണതാണ് ബോഡി ക്യാൻഡൽസ്റ്റിക് ക്ലോസ്, ഇത് ഈ ഒരു ഗ്യാപ്പില്ലേ, ഇതിനെ കാട്ടിലും ഇതിന്റെ പുറത്ത് ബോഡി ക്യാൻഡൽസ്റ്റിക് ക്ലോസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ വിക്ക് വന്നാൽ കുഴപ്പമില്ല, എവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ദിസ് ഇസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ബട്ട് ഇതിനെക്കാട്ടിലും ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഗോട്ട് ഡിസ്റെസ്പെക്റ്റഡ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിപ്പോ എന്താണ്, ഇത് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് കണ്ടിന്യൂവേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരുമ്പോൾ ക്യാൻഡൽസ്റ്റിക്ക് ഇങ്ങനെ വന്നു, എന്നിട്ട് ഇങ്ങനെ വന്നിട്ടായിരിക്കും ഇതിങ്ങനെ പോകുന്നത്. ഓക്കെ, അതിനുള്ളൊരു എന്താ പറയാ, ഒരു ഫോർമേഷനാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കണം. ആൻഡ് ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഓൺ ടോട്ടൽ കോണ്ടെക്സ്റ്റ്. മനസ്സിലായി? ഈ സംഭവത്തിന് ഡസൻ ഹാവ് ദാറ്റ് മച്ച് ഓഫ് ആൻ ഇമ്പോർട്ടൻസ് വെൻ യു കൺസിഡർ ദിസ് ആസ് സ്ട്രാറ്റജി. ഓക്കെ, ഈ സംഭവം ഫെയർ വാല്യൂ ഗ്യാപ്പ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ കോൺസെപ്റ്റും കൂടി ഉണ്ടാവും, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഐ മീൻ ബയസ്, അതൊക്കെ കൂടി ചേർക്കുമ്പോഴാണ് ഇതിനൊരു മീനിങ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരിക്കലും നമ്മൾ ബെയറിഷ് കോൺഫ്ലുവൻസിലോട്ട് ഇടരുത്. ഓക്കെ, ദെൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ് വി നീഡ് ടു ലുക്ക് ഔട്ട് ഫോർ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അത് വേറൊരു വീഡിയോ പറഞ്ഞു തന്നെയായിരിക്കും. ഓക്കെ, ഫോളോയിങ് വീഡിയോസ്. ബട്ട് നൗ
ഇപ്പോൾ നമുക്ക് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഇത് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് അനദർ വൺ ഈസ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. യാ, ഗുഡ്. ഓക്കെ, ഇതിപ്പോ എന്താ പറയാ, ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ കാര്യമല്ലേ. ഓക്കെ, ഇത് നേരെ തിരിഞ്ഞ് സംഭവിച്ചു. ഇപ്പൊ ഇൻവേർട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ തന്നെ വാട്ട് ഇസ് ദിസ് ഈസ് കോൾഡ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അതായത് മാർക്കറ്റ് ഇങ്ങനെ വന്നു, വലിയൊരു ഇംബാലൻസ് ഫോം ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വന്ന് വലിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തു. ഇത് ഞാനിപ്പോൾ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരും. ബട്ട് നൗ ലിസൺ ഫോർ ദിസ്. ഓക്കെ, ഇങ്ങനെ കാണിച്ച് വന്നു ഇങ്ങനെ വന്നു, പിന്നെ റെസ്പെക്ട് ചെയ്തു, പിന്നെ താഴത്തോട്ട് പോയി. അതായത് ഇതുപോലെ. ഓക്കെ, ഇത് ഇങ്ങനെ വന്നിട്ട് താഴെ പോവുകയാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് ദിസ് തിങ് ഗോട്ട് റെസ്പെക്റ്റഡ് ആൻഡ് മൂവ് അപ്പ്. മനസ്സിലായില്ലേ? ഇപ്പൊ അതേപോലെ തന്നെ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ല, ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടേക്കും ട്രേഡ് എടുക്കേണ്ടത് ലൈക്ക് ഓക്കെ, ഇങ്ങനെ വെച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു എൻട്രി സിഗ്നൽ ആയിട്ട് ഉപയോഗിക്കാം, ബയാസിന് പിടിക്കാൻ ഉപയോഗിക്കാം, ഡിഫറെന്റ് യൂസ്. ബട്ട് നൗ ദിസ് ഇസ് ജസ്റ്റ് ഫോർ കോൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് ആസ് സെയിം ആസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് വിക്ക് ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, കുഴപ്പമില്ല. ബട്ട് ബോഡി ക്യാൻഡിൽസ്റ്റിക് എപ്പോഴും ഈ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ആൻഡ് വൺ മോർ കോൺസെപ്റ്റ് ഇസ് ദാറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്ര വലുതായാലോ എത്ര ചെറുതായാലോ ദ മീനിങ് സ്റ്റേസ് ദ സെയിം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇത്രയും ചെറുതാണെങ്കിലും ഇറ്റ്സ് സ്റ്റിൽ എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ലൈക്ക് അതിന്റെ ചെറുതായ കൊണ്ട് അതിനകത്ത് അത്രയും വലിയ കാര്യമില്ല എന്നല്ല, ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത്ര വലുതായാലും ചെറുതായാലും എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത്രയും വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ടുവന്നു, ഇത്രയും വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ടുവന്നാലും അതേപോലെ തന്നെ ഇത്രയും ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ടുവന്നാലും the importance, the preference stays the same. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ കോൺഫ്ലുവൻസിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, കണ്ടിന്യൂവേഷൻ ടൈപ്പ് ചെയ്യണം. കണ്ടിന്യൂവേഷൻ കോൺഫ്ലുവൻസ് ഇത് നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിനകത്തും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഡെയിലി ടൈം ഫ്രെയിം 4H 1H. ഓക്കെ, ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ നെക്സ്റ്റ് വാട്ട് യു ക്യാൻ ഡു ഇസ് we need to find it out from the real charts. Okay, ഫോർ എക്സാമ്പിൾ, എനിക്ക് റിയൽ ടൈം ഫ്രെയിം നോക്കാം. Wow. Mm, it's a good example. The example. Yeah, ഇത് കിട്ടി. ഇത് കണ്ടോ? What happened right there? അതിനകത്ത് നമുക്കിതേ 3 ക്യാൻഡിൽസ്റ്റിക് ഉണ്ട്. 1, 2 and 3. വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ തന്നെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ? ദിസ് ഇസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. And what happened? താഴത്ത് വന്നു, താഴത്ത് വന്നു. What happened? It didn't body candlestick close. What it does is close above, respected it and moved up. കണ്ടോ? ഇവിടെ നിന്ന് എനിക്ക് ട്രേഡ് എടുത്ത് തന്നാൽ ഓക്കെ, ബട്ട് യു കനോട്ട് ടേക്ക് ദ ട്രേഡ് ബിക്കോസ് ഞാൻ ടൈം ഫ്രെയിം ഒക്കെ ഉണ്ട്, ന്യൂയോർക്ക് സെഷനിൽ ട്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ. ഓക്കെ, ഇതിപ്പോൾ കോൺഫിഡൻസ് ഇല്ലാണ്ട് ഒരിക്കലും ഉപയോഗിക്കരുത് ആസ് എ സിംഗിൾ വൺ. യു നീഡ് ടു യൂസ് ഇറ്റ് വിത്ത് അതർ കോൺഫ്ലുവൻസസ് ലൈക്ക് ക്യാൻബോക്സ്, ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എക്സെട്ര. ഓക്കെ, ഇപ്പോൾ ഞാൻ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടോ? ദിസ് ഇസ് എ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. കണ്ടോ?
ഇവിടെ അതായത് താഴത്തോട്ട് പോയി താഴത്തോട്ട് വന്നിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തു, ബോഡി ക്യാൻസി ക്ലോസ് ആയിട്ടുള്ള ആൻഡ് കണ്ടിന്യൂ ടുവേഴ്സ് ഡൗൺ സൈഡ് ടിൽ എ ടൈം. മനസ്സിലായില്ലേ? ഇതിപ്പോ ഞാൻ കോണ്ടെക്സ്റ്റ് ഫുൾ നോക്കിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, ഇത് കണ്ടോ? ഒന്നുണ്ടോ? ദിസ് ഇസ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഒന്ന് നോക്കട്ടെ. ഒരെണ്ണം ഞാൻ ഇൻവാലിഡേറ്റ് ചെയ്യണം നോക്കാം, കാണിച്ചു തരാം. അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവാലിഡേറ്റ് ചെയ്യുന്നു. സി ദിസ് വൺ. ഇത് കണ്ടോ? ഓക്കെ, 1 മിനിറ്റ്. ഇത് കണ്ടോ? ബോഡി ക്യാൻസി ക്ലോസ് ആയിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു യു, ഇസ് ദിസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്? ഇത് കണ്ടോ? ഇത് കണ്ടോ? ലൈക്ക് നമുക്ക് വിക്ക് അല്ല വന്ന ബോഡി ക്യാൻസി ക്ലോസ്. നമ്മൾ നോക്കുന്ന എന്തായിരിക്കും? ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇവിടെ വന്നിട്ട് ബോഡി ക്യാൻസി ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് ഇൻവാലിഡേറ്റഡ്. സോ ദിസ് ഇസ് നോട്ട് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ആൻഡ് ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗാലക്സിക്ക് റെഡ് ആയെങ്കിലും ഇത് റെഡ് ആണെങ്കിലും ഡസൻ മാറ്റർ. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയണതാണ്, ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു, ഇവിടെ ഗ്രീൻ വന്നു, ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു, ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ എഫ് എ വലിയ ഗ്യാപ്പ്. ഓക്കെ, മനസ്സിലായി? ഈ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, നമുക്കത് മനസ്സിലാക്കുക. ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് ഇൻ കണ്ടിന്യൂവേഷൻ കോൺഫ്ലുവൻസ്, വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ്, ഇങ്ങനെ പോകുമ്പോൾ ഇത് ഗ്യാപ്പ് വരുന്നുണ്ടോ, ഇങ്ങനത്തെ വലിയൊരു ഇംബാലൻസ് വരുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് എവറി ടൈം. കണ്ടോ? ഈ ഗ്യാപ്പ് കണ്ടു, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ബട്ട് ദിസ് ഇസ് കോട്ട് ഇൻവാലിഡേറ്റഡ്. റെസ്പെക്ട് ചെയ്യണത് കണ്ടോ? ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ്, അതായത് ഈ 3 ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ ആണ്. ഓക്കെ, അതായത് 3 ക്യാൻഡിൽസ്റ്റിക് വേണം. ഇത് ഒന്നാമത്തെ ക്യാൻഡിൽ. ഓക്കെ, ഫെയർ ഗ്യാപ്പ് ഈസ് ഓൾവേസ് എ ഫോർമേഷൻ ഓഫ് 3 ക്യാൻഡിൽസ്റ്റിക്. മനസ്സിലായില്ലേ? ആ 3 ക്യാൻഡിൽസ്റ്റിക്കിൽ നടുക്കത്തെ ക്യാൻഡിൽസ്റ്റിക്കിന്റെ ഇൻബാലൻസ് കാരണമാണ് ഈ സംഭവം വരുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സി ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. യെസ്, ദിസ് ഇസ് ഇറ്റ്. ഇത് കണ്ടോ? ദിസ് ഇസ് എ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. കോമ്പിനേഷൻ നോക്കൂ. ചെറിയ ക്യാൻഡിൽ, വലിയൊരു ക്യാൻഡിൽ. ദിസ് ഇസ് കോൾഡ് ഇംബാലൻസ്. ആ ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് വരേണ്ടത്. ബട്ട് വാട്ട് ഹാപ്പൻ? ഇവിടെ നമുക്ക് വിക്ക് അല്ല വരുന്നത്, ബോഡി ക്യാൻഡിൽസ്റ്റിക് ക്ലോസർ ആയിട്ടുണ്ട്. സോ വാട്ട് ഇറ്റ് ഈസ് ഇറ്റ് ഇൻവാലിഡേറ്റഡ് ദ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ പറഞ്ഞില്ല, ആദ്യ ഫോർമേഷനാണ് ആണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ബട്ട് വാട്ട് ഹാപ്പൻ? ദർ ഇസ് ഓൾസോ വൺ മോർ എക്സാമ്പിൾ റൈറ്റ് ദെയർ. ഇവിടെ നമുക്ക് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? സി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ബേക്ക് ബെയറിഷ് ക്യാൻഡിൽ ഡൗൺ സൈഡ് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മളെപ്പോഴും ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഡൗൺ സൈഡിനകത്ത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഞാൻ നോക്കേണ്ടത്. ആൻഡ് ദീസ് കളർ ഡസൻ മീൻ എനിത്തിങ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ കളർ ഇവിടെ റെഡ് വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ എന്താണ്, ഇവിടെ റെഡ്, ഇവിടെ റെഡ്, ഇവിടെ റെഡ് അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഓക്കെ, ക്യാൻ കം ഇൻ എനി കോമ്പിനേഷൻ, ബട്ട് കണ്ടിന്യൂവേഷൻ യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ഡൗൺ. മനസ്സിലായില്ലേ? ബെയറിഷ് ഫ്രണ്ടിലോട്ട് രീതിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ? ഇവിടെ വന്നു, മൂന്നാമത്തെ ക്യാൻഡിൽ വന്നു, റെസ്പെക്ട് ചെയ്തു. ബട്ട് വാട്ട് ഹാപ്പൻ? ഇവിടെ എനിക്ക് വിക്കാണ് റെസ്പെക്ട് ചെയ്തേക്കണേ. ഓക്കെ, വിക്ക് ഈ ഭാഗത്തോട്ട് ഫില്ലായി, ഈ ഒരു ഗ്യാപ്പിലോട്ട് ഫില്ലായി. അപ്പൊ അത് കാരണം ഇറ്റ്സ് ഗോട്ട് റെസ്പെക്റ്റഡ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഡൗൺ. ബട്ട് ലെറ്റ്സ് സേ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, റോ ചെയ്തു. ഓക്കെ, ഓക്കെ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ബാഡ് വൺ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് ഞാൻ ഇങ്ങനത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കണ്ടോ? ഇപ്പൊ ഇത് ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഇസ് ദിസ് എ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്? നോ, ബിക്കോസ് ബോഡി ക്യാൻവാസിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്യാപ്പിൽ നിന്ന് ബോഡി ക്യാൻവാസിൽ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഫോർ ഇറ്റ് ഷുഡ് ബി വാലിഡേറ്റഡ് ആസ് എ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ
ഇത് ഇതാണ് ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് വാലിഡിറ്റി ആണ്. ഇതുവരെ വരാം. ബട്ട് ഇറ്റ് ക്ലോസ് ഹിയർ ദാൻ ഇസ് നത്തിങ്. ആൻഡ് വിക്കിന് പ്രസക്തി ഒന്നുമില്ല. വിക്ക് എത്ര വലുതാവും, ഇത്ര വലുതായാലും ഇതിങ്ങനെ വന്നാലും സ്റ്റിൽ എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഇത്രയുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ്. ബട്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, യു നീഡ് ടു പ്രാക്ടീസ്. എല്ലാ ടൈം ഫ്രെയിമും കിട്ടും. എന്നുവെച്ചാൽ ഈ 4 hour ടൈം ഫ്രെയിം, 5 minute ടൈം ഫ്രെയിം, 1 minute ടൈം ഫ്രെയിം. ആൻഡ് ഞാൻ എൻ്റർ ചെയ്യണത് തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ടാണ് മിക്കവരും. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള എൻ്റെ ഒരു ലൈവ് ട്രേഡ് അപ്ലോഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് വൺ മിനിറ്റിൽ വരെ ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഞാൻ അടുത്ത ടോപ്പിക് ഞാൻ പറഞ്ഞു തന്നത് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇൻവാലിഡേറ്റ് ചെയ്തു കണ്ടോ. ബട്ട് ഇതിന് വേറെ കോൺസെപ്റ്റ് പറയും, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അത് രണ്ടെണ്ണം ബുള്ളിഷിലും ബെയറിഷും ഉണ്ടാവും. സോ നെക്സ്റ്റ് വീഡിയോ ഈസ് അബൌട്ട് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ. Okay, and don't forget to like and subscribe. Okay, it really supports me. Okay, signing out.